ടേസ്റ്റ് ഓഫ് യുവർ ചോയ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എൻ്റെ പേര് അൻസിൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും ഒരു റെസിപ്പി വീഡിയോയുമായിട്ടാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു എഗ് ബജിയാണ്. ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റിഫോമാണ് എഗ് ബജി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തത് ഒരു കേക്കായിരുന്നു, ക്യാരറ്റ് കേക്ക് റെസിപ്പിയാണ്. എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് പേരെങ്കിലും ട്രൈ ചെയ്ത് കാണുമായിരിക്കും എന്നും ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനിയുള്ള വീഡിയോസ് എല്ലാവരും കാണണം, അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ വീഡിയോ എഗ് ബജി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബജിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് പുഴുങ്ങിയെടുക്കണം. അപ്പോഴേക്കും നമുക്കൊരു ചട്നി തയ്യാറാക്കണം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിരകിയ തേങ്ങ 2.5 ടേബിൾ സ്പൂൺ, മല്ലിയില 1 പിടി. മല്ലിയില ടേസ്റ്റ് കൂടുതലായി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ചെറിയ ഉള്ളി 2 അല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി ചെറിയ കഷ്ണം, 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇത് നല്ല എരിയുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 2 എണ്ണ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, എരിയൊക്കെ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ നമുക്കാണെങ്കിൽ ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. കടലമാവാണ് എടുത്തിരിക്കുന്നത്. കടലമാവ് ഒരു 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും. വറക്കാൻ നമുക്ക് വെജിറ്റബിൾ ഓയിലാണ് ആവശ്യം. പിന്നെ നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ ചട്നിക്ക് ആവശ്യമായ സാധനങ്ങളിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അന്ന് അരച്ചെടുക്കാം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട, ഏകദേശം ഈ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. നമുക്ക് ബാറ്റർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കടലമാവിനകത്തോട്ട് ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊരു തിക്കായിട്ടുള്ളൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം ഈ ഒരു പരുവത്തിൽ വേണം, ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്, മുട്ടയിലത് പിടിച്ചിരിക്കത്തില്ല. മുട്ട നമ്മൾ പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ 2 പീസായിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ടാണ് ഇനി നമ്മൾ ഈ ചട്നി ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് അത് വെച്ച് കൊടുക്കണം. അത് ഇളകിയൊന്നും പോത്തൊന്നുമില്ല, ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ബാറ്ററിനകത്തോട്ട് മുക്കി എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ മുട്ടയിലും ഈ ചട്നി ആദ്യം തേച്ച് വെക്കാം. ഇനി ഈ ബാറ്ററിനകത്തോട്ട് മുക്കി നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അതിന് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ബാറ്ററി മുക്കിയ മുട്ട ഇട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് ഡീപ്പായിട്ടങ്ങ് ഫ്രൈ ചെയ്യുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മൂത്തെടുത്താൽ മതി. വളരെ ടേസ്റ്റിയാണ്. ഈ ഒരു പരുവത്തിൽ മതി നമുക്ക്, ഇങ്ങനെ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പരുവത്തിൽ നമുക്കത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അതുപോലെ ബാക്കി ഇരിക്കുന്ന മുട്ടയും കൊണ്ട് നമുക്കതുപോലെ വറുത്ത് കോരാം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എരിയൊക്കെ അനുസരിച്ചെടുത്ത് കൊടുക്കണം. മുട്ട പുഴുങ്ങിയത് തിന്നാൻ ഇഷ്ടമില്ലാത്ത എല്ലാവരും ഈ മുട്ട കഴിക്കും, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എഗ് ബജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വിഭവമായി നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.